ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2026 ആയിരിക്കുവാണ്. എന്നാൽ ഏകദേശം 10 കൊല്ലം പുറകെ പോയി കഴിഞ്ഞാൽ ഡിസംബർ 27, 2015 മുന്നേ വരെ നമ്മൾക്കൊരാളോട് കോള് സംസാരിക്കണമെങ്കിൽ 1 മിനിറ്റിന് ഏകദേശം 1-2 രൂപ കൊടുക്കേണ്ട കാലം ഉണ്ടായി. ആൻഡ് ഇന്റർനെറ്റിന് ഒരു മാസത്തേക്ക് 1 GB നെറ്റിന് ഏകദേശം 300-400 രൂപ കൊടുക്കേണ്ടതുണ്ടായി. പിന്നീട് ജിയോ വന്നു. ആൻഡ് നൗ യു നോ, അൺലിമിറ്റഡ് കോള്, അൺലിമിറ്റഡ് SMS, അൺലിമിറ്റഡ് ഡേറ്റ ആൻഡ് ബാക്കി ബ്രാൻഡുകളെല്ലാം തന്നെ ഈ ഒരു ഫോർമാറ്റ് കോപ്പി അടിക്കാനും തുടങ്ങി. അപ്പോൾ നമുക്കൊരു തിരിച്ചറിയലുണ്ടായി, ഇത്ര വില കുറഞ്ഞ ഡേറ്റയ്ക്കാണ് ഇവന്മാർ ഇത്രയും കാശ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞ് പല ഓപ്പറേറ്ററുകളെ നമ്മൾ ചീത്ത പറയുകയും ഇത് കോളും SMS-ഉം അൺലിമിറ്റഡ് ആയപ്പോൾ ഡേറ്റ വളരെ ചീപ്പ് ആയപ്പോൾ നമ്മളെല്ലാവരും ആശ്വസിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്ത ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് ഇതിന്. ഈ ഒരു മാറ്റം കാരണം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയിരിക്കുന്ന ഒരു കൂട്ടം സാധാരണക്കാരുണ്ട്. ആൻഡ് അവരെ പറ്റി ഒരു മനുഷ്യനും സംസാരിക്കൊന്നുമില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ദിസ്. ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ദിസ് ഇസ് എ ബിഗ് പ്രോബ്ലം. ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു കാര്യം അറിയാവുന്ന ഒരു ജനറേഷൻ ആൾക്കാർ ഇതറിയണം. ബിക്കോസ് ലാസ്റ്റ് ഡേ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു നോക്കിയ ഫോണിനെ പരാമർശിച്ചുകൊണ്ട്. പക്ഷേ ആ വീഡിയോയിൽ വന്ന കമൻറ്റിൽ 80% ആൾക്കാർക്കും എന്താണ് നോക്കിയ ഫോൺ എന്ന് പോലും അറിയാത്ത ഒരു കൂട്ടം ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അത് വേറൊരു ജനറേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഈ മിസ്ഡ് കോള് ശരിക്കും എന്തിനായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത് എന്നറിയാൻ യാതൊരു സാധ്യതയുമില്ല. നിങ്ങൾക്കറിയില്ല എങ്കിൽ ഇതറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്തിനായിരുന്നു ആക്ച്വലി നമ്മൾ മിസ്ഡ് കോൾ ഉപയോഗിച്ചിരുന്നത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. വെൽ, ആ ഒരു മിസ്ഡ് കോൾ ഉപയോഗിച്ചിരുന്ന സാധാരണക്കാരാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഈ ഒരു തിരിച്ചറിയൽ എനിക്കുണ്ടായത് റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിലേക്ക് പോയായിരുന്നു. അവർ ഇതേമാതിരി ടെക്നോളജി അത്ര ഒരു പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് അവർ ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്നവരായിരുന്നു. ആൻഡ് കാലത്തിൻ്റെ പരിഷ്കാരം കാരണം ലാൻഡ് ഫോൺ മാറ്റിയിട്ട് ഒരു മൊബൈൽ ഫോണിലേക്ക് മാറ്റി കൊടുത്തപ്പോൾ അവർക്കൊരു ഫീച്ചർ ഫോൺ മേടിച്ച് കൊടുത്തു. ആൻഡ് ഫീച്ചർ ഫോണിലൊരു സിമ്മും ഇട്ട് കൊടുത്തു. ആൻഡ് അവരുടെ ഈ ഒരു സിമ്മും ഫോണിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടപ്പെട്ടവരെ വിളിക്കുക, അവരുടെ പെൻഷൻ്റെ ഒക്കെ മെസ്സേജ് വരുവാണെങ്കിൽ അത് കാണുക, ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക, പിന്നെ വീട്ടുകാരായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇവർക്ക് ഈ ഇന്റർനെറ്റിൻ്റെ ഉപയോഗമൊന്നും ഇല്ല, അത് ഉപയോഗിക്കാൻ അറിയുകയും ഇല്ല. സോ പണ്ടൊക്കെ എന്താ സംഭവിച്ചിരുന്നതെന്ന് വെച്ചാൽ ഒരു വർഷത്തേക്ക് ഇവർക്ക് ചിലവ് വന്നിരുന്നത് വെറും 50-100 രൂപയാണ്. കഷ്ടി 2 പേർക്ക് ചേർത്ത് 100 രൂപയൊക്കെ വരുള്ളൂ. കാരണം ഇവർ റീചാർജ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടപ്പെട്ടവരെ വിളിക്കുന്നു, അപ്പോൾ വിളിക്കുന്ന ആളത് കട്ടാക്കിയിട്ട് തിരിച്ച് അങ്ങോട്ട് വിളിക്കുന്നു. ഇവരാർക്കും SMS ഒന്നും അയക്കാൻ പോകുന്നില്ല, ഇൻ്റർനെറ്റ് നോക്കാൻ പോകുന്നില്ല. പക്ഷേ ഇന്ന് ഇൻ്റർനെറ്റ് ഇത്ര ചീപ്പായി ഈ ഒരു കാലഘട്ടത്ത്, ഫ്രീ SMS ഉള്ള കാലഘട്ടത്ത്, അൺലിമിറ്റഡ് കോളുള്ള കാലഘട്ടത്ത് അവർക്ക് ഒരു മാസം മിനിമം വാലിഡിറ്റി കീപ്പ് ചെയ്യാനായിട്ട് 10-20 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരാൾ ജിയോ യൂസറാണ്, ആളുടെ ഏറ്റവും ലോവസ്റ്റ് പാക്ക് എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക്, അത് 28 ദിവസത്തേക്ക് 189 രൂപയാണ്. ഈ 189 രൂപയ്ക്ക് അൺലിമിറ്റഡ് കോൾ കിട്ടും, 2 GB ഇൻ്റർനെറ്റും കിട്ടും. അതായത് ഒരു വർഷത്തേക്ക് ഏകദേശം ഇവർക്കൊരു 2500 രൂപയുടെ റീചാർജ് ഉണ്ട്. ഈ 2500 രൂപ റീചാർജ് ചെയ്യുന്നതിൻ്റെ കൂടെ കിട്ടുന്ന ഓരോ മാസവും ഉള്ള 2 GB അഥവാ ഒരു വർഷത്തെ 24 GB ഡേറ്റ വേസ്റ്റാണ്. എനിക്ക് ഇൻ്റർനെറ്റ് വേണ്ട, കോളുകൾ മാത്രം മതി എന്നുള്ള റീചാർജ് നമ്മൾ ജിയോയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 84 ദിവസത്തേക്കാണ് 448 രൂപ. അതായത് വർഷം ഏകദേശം 1800 രൂപ അടയ്ക്കണം. അതായത് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒരു വർഷത്തേക്ക് 2000 രൂപയുടെ റീചാർജ് ഒരാൾ ചെയ്യണം. ഇപ്പം ഈ പറഞ്ഞത് ജിയോയുടെ കേസാണ്. ഇനി എയർടെൽ ഉപയോഗിക്കുന്നതാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ. ആളുടെ കേസ് നോക്കുവാണെങ്കിൽ എയർടെൽ ഞാൻ കണ്ട ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള 28 ദിവസത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 219 രൂപയാണ് 3 GB പെർ ഡേന്റെ പാക്ക്. ഐ ഡോണ്ട് നോ, അതിലും കുറഞ്ഞ പാക്ക് എനിക്ക് കാണാനും പറ്റില്ല. ആൻഡ് ജിയോയിൽ പോലെ വോയിസ് ഓൺലി എന്ന് പറഞ്ഞൊരു പാക്കേജ് എയർടെലിൽ കണ്ടുമില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു വർഷത്തേക്ക് 3000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കും, ഇന്റർനെറ്റ് പോലും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫോണിൽ നമ്മൾ ഇത്തരത്തിലുള്ള റീചാർജുകൾ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വരുന്നു. ആൻഡ് ഇത് ചെയ്യുമ്പോൾ അതിനുള്ള ഉപയോഗവും അവർക്കില്ല. അവർ ഇത്രത്തോളം കോളും ചെയ്യാൻ പോകുന്നില്ല, നെറ്റ് ഉപയോഗിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന ആ ഒരു ഗ്രാമം പോലെയാണ്. ആ ഒരു ഗ്രാമത്തിൽ ഒരു 10 വീടെടുക്കുക. അപ്പോൾ ഈ 10 പ്രായമുള്ള ആൾക്കാർ വർഷത്തിൽ 100 രൂപയ്ക്ക് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അതായത് വർഷത്തിൽ വെറും 100 രൂപ എന്ന് പറയുമ്പോൾ ഈ 10 പേരുടെ ടോട്ടൽ എമൗണ്ട് കയ്യിൽ നിന്ന് ചിലവാകുന്നത് വെറും 1000 രൂപ മാത്രമാണ് ഒരു വർഷത്തേക്ക്. ഈ 100 രൂപ ചിലവാക്കിക്കൊണ്ടിരുന്നവർ ഇന്ന് ഒരു വർഷത്തേക്ക് വെറും വാലിഡിറ്റിക്ക് വേണ്ടി മാത്രം
2000-3000 രൂപയാണ് ചിലവാക്കുന്നത്. അതായത് ഒരു വർഷം ഈ 10 പേരുടെ കയ്യിൽ നിന്നും ഏകദേശം 30,000 രൂപയാണ് ഈ സിം ഓപ്പറേറ്റേഴ്സിന് കിട്ടുന്നത്. ആൻഡ് ഇവർ മാത്രമല്ല, ഈ സെക്കൻഡറി സിം ഉപയോഗിച്ചിരുന്നവർക്കും ഇതേ പ്രശ്നം തന്നെയാണ്. നമ്മൾ പലപ്പോഴും റേഞ്ചിന് വേണ്ടിയിട്ട് ശരിയാണ് ഒരു ജിയോ സിം എടുത്തിട്ടുണ്ടാവും, ഒരു എയർടെൽ സിം എടുത്തിട്ടുണ്ടാവും. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ജിയോയ്ക്ക് ആയിരിക്കും ബെറ്റർ റേഞ്ച്, നമ്മുടെ വീട്ടിൽ എയർടെല്ലായിരിക്കും ബെറ്റർ റേഞ്ച് എന്നൊക്കെ പറഞ്ഞ് അതിലും ഒരു സിം മാത്രം നമ്മൾ നെറ്റിന് ഉപയോഗിക്കാറുണ്ടേ, മറ്റേ സിം വാലിഡിറ്റിക്ക് വേണ്ടി 50-100 ചാർജ് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഇന്ന് ആ ഒരു പരിപാടിയും നമുക്ക് പറ്റില്ല. രണ്ടെണ്ണത്തിലും നമ്മൾ ഇൻ്റർനെറ്റുള്ള പാക്കേജ് റീചാർജ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതായത് ഇന്ന് നമ്മൾ അനാവശ്യമായിട്ടാണ് ഫോഴ്സ്ഫുള്ളി നെറ്റിന് വേണ്ടി മാസാമാസം മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ട് ഇപ്പം എനിക്ക് നെറ്റ് ഉപയോഗിക്കാൻ താല്പര്യമില്ല, എനിക്കൊരു നോർമൽ ഫീച്ചർ ഫോണാണെന്നുണ്ടെങ്കിൽ ഈ ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് വേറൊരു വോയിസ് ഓൺലി പാക്കേജ് ആക്കിക്കൂടാ? അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ടോപ്പ് അപ്പ് ചെയ്തിട്ട് മിനിറ്റിനുള്ള പൈസ മേടിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തേക്ക് നമുക്ക് ആ ഒരു സിമ്പിൾ നെറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ളപ്പോൾ വാലിഡിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് കോളുകൾ അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയൊരു തുകയ്ക്ക് ഒരു പ്ലാൻ എന്തുകൊണ്ട് ഇറക്കുന്നില്ല? വൈ ഓൺലി ഡേറ്റ ഫോക്കസ് ചെയ്ത് മാത്രം പ്ലാനുകൾ ഇറക്കുന്നു? നിങ്ങൾക്കും ഈ ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് 2026 ഇത്തരത്തിൽ ആൾക്കാർക്ക് ഗുണമുള്ള ഇങ്ങനെയുള്ള സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത പുതിയ പാക്കുകൾ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് അൺലിമിറ്റഡ് ആയിട്ട് എയർടെൽ നിങ്ങൾ 5G റീചാർജ് ചെയ്തിട്ട് നിങ്ങൾ 5G കാണിച്ചിട്ടും നിങ്ങളുടെ ഡേറ്റ പോകുന്നുണ്ട് എന്നുള്ള പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാനും മറക്കണ്ട. ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.